ഹലോ ഗൈസ്, നമുക്കൊരു യാത്ര പോയാലോ? അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രമായ പറമ്പിക്കുളത്തേക്കാണ്. നമ്മുടെ ഈ യാത്ര കേരളത്തിന്റെ സ്വന്തം KSRTC ബസ്സിലാണ് കേട്ടോ. സ്റ്റാൻഡിലെത്തിയപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചു നേരം ഞാൻ അവിടെ കാത്തിരുന്നു. ഒരു 7:50 ആയപ്പോൾ നമ്മുടെ ബസ് എത്തിട്ടോ. അപ്പൊ പറമ്പിക്കുളം പോകാൻ പ്ലാൻ ചെയ്യണമെന്ന് നോട്ട് ചെയ്തോളൂ. കറക്റ്റ് 8 മണിക്ക് നമ്മുടെ ബസ് KSRTC സ്റ്റാൻഡിൽ നിന്ന് എടുക്കും. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങണം. പാലക്കാട് ടൗണിൽ നിന്നും 90 കിലോമീറ്റർ ദൂരെയാണ് നമ്മളുടെ പറമ്പിക്കുളം ഉള്ളത്. പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണെങ്കിൽ കൂടെ നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോകുന്നത് തമിഴ്നാട് പൊള്ളാച്ചി ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ. ബസ്സിന്റെ ഫസ്റ്റ് സീറ്റ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അങ്ങനെ എന്ത് രസമാണെന്നറിയോ ആ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ. എന്തായാലും ഞാനിവിടെ ലോക്ക്ഡായി. ഇവിടെ ഫുള്ള് അങ്ങോട്ടേക്കുള്ള സാധനങ്ങളും കൊണ്ടുപോകാനുണ്ടായിരുന്നു. അങ്ങനെ പൊള്ളാച്ചിയും കഴിഞ്ഞ് തൂണുപോലെ നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ നമ്മുടെ സ്വന്തം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് പിന്നെയുള്ള യാത്ര. ഇത് ആനമല വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്കുള്ള ഗേറ്റ് ആണ് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ വളവും തിരിവുള്ള ചുരം തുടങ്ങായിട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചുരത്തു കൂടെയൊക്കെ ഡ്രൈവർ വണ്ടി ഓടിക്കണമെന്നറിയോ. ആ ചേട്ടൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. എന്തായാലും സ്കില്ലില്ലാത്ത ഒരാൾക്ക് ഈ ഒരു ഡ്രൈവിംഗ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ ഈ നാടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതിൽ കൂടെ ബസ് സർവീസ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ ഈ റോഡിന് തന്നെയാണ് പറമ്പിക്കുളത്തേക്ക് പോകുന്നത്. ബസ്സിലാണെങ്കിലും യാതൊരു ബോറടിയില്ല. ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ യാത്ര സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ മെയിൻ കവാടം കണ്ടു. അപ്പൊ നമ്മൾ ഏകദേശം എത്താറായിട്ടോ. ഇതാണ് ഇവിടുത്തെ ഓറിയന്റേഷൻ സെന്റർ. ഇവിടെയാണ് വനശ്രീ എക്കോ ഷോപ്പൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറമ്പിക്കുളത്തിന്റെ ആ ഒരു ഭംഗി തുടങ്ങി. അതായത് ഡാം വ്യൂ ഒക്കെ. ഇത് നേരെ പറമ്പിക്കുളത്തേക്കുള്ള ബസ്സാണെങ്കിലും ഞാനിവിടേക്ക് ഒരു ട്രിപ്പിന് വന്നല്ല, ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാട്ടോ. അതിമനോഹരമായ യാത്രയ്ക്കൊടുവിൽ ഞാൻ സുംഗം സ്കൂളിലെത്തി. സുംഗം സ്കൂളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് വനിതാ ശിശു വികസന വകുപ്പ് നടത്തുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞ വേനൽക്കാല ക്യാമ്പിൽ വേണ്ടിയിട്ടാണ് കേട്ടോ. സുംഗത്തെ പ്രീമെട്രിക് ഹോസ്റ്റലിലായിരുന്നു നമുക്ക് സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെഷന് ശേഷം വൈകുന്നേരം ഈ വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ജംഗിൾ സഫാരിക്ക് പോയിട്ടോ. ഈ ഒരു ജംഗിൾ സഫാരി എനിക്ക് ശരിക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പരന്നു കിടക്കുന്ന വെള്ളത്തിനും തേക്ക് മരങ്ങൾക്കും നടുവിലൂടെയുള്ള യാത്ര അടിപൊളിയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാഴ്ചയാണ് മാൻകൂട്ടം. എന്ത് രസം അറിയോ കാണാൻ. പറമ്പിക്കുളം മുതലേ കുട്ടികൾക്ക് തന്നെയായിരുന്നു ക്യാമ്പ്. അതുകൊണ്ട് കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൈഡുകളെ പോലെ പറഞ്ഞു തരായിരുന്നു. ഇത് ഇന്ന സ്ഥലം എല്ലാം കണ്ടോ. ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറഞ്ഞു തരണം. ഇതാണ് കന്നിമാരി തേക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് എന്നുള്ള പേര് കിട്ടിയ ഒന്നാണ് കന്നിമര തേക്ക്. ഊണക്കടവ് എന്നുള്ള സ്ഥലത്താട്ടോ ഈ അത്ഭുത മരം ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഗൈഡ് നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു തന്നു. ഗൈഡ് ഈ കഥകളെല്ലാം പറഞ്ഞു തരുന്നതിനേക്കാൾ മുന്നേ ശരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മക്കൾ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും യാത്രയിൽ ഇതുപോലെ കുറേ കാട്ടുപോത്തുകളെ കണ്ടു. ഈ കാണുന്നതാണ് തൂണക്കടവ് അണക്കെട്ട്. ഈ ഒരു വ്യൂവും അടിപൊളിയാണ്. സ്വന്തമായിട്ടാണ് വരുന്നതെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ മുന്നേ കൂട്ടി അനുവാദം വാങ്ങിയിട്ടൊക്കെ നമുക്ക് ജംഗിൾ സഫാരിക്ക് വരാൻ പറ്റും. അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നതോറും നന്നായിട്ട് ഇരുട്ടായി തുടങ്ങി. ഇതാണ് കേട്ടോ ഡാം വ്യൂ പോയിന്റ്. ഇവിടുത്തെ ഒരു അടിപൊളി വ്യൂ തന്നെയാണിത്. ഇരുട്ടായപ്പോൾ ഇവർ കാട്ടിയെന്ന് വിളിക്കുന്ന കാട്ടുപോത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിട്ടോ. കൂട്ടായിട്ട് കാട്ടികൾ ഇതുപോലെ ഓരോ ഏരിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാനും മ്ലാവും കാട്ടിയും കൂടാതെ ആനകളുടെ താവളം തന്നെയാണ് കേട്ടോ ഇവിടെ. സൂക്ഷിച്ചു നോക്കിയാൽ കുഞ്ഞനാന ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം തന്നെ അവിടെ കാണാൻ പറ്റും. ആളുകളുടെ ശബ്ദം കേട്ടതും അവരെല്ലാവരും ആ കുഞ്ഞൻ ആനക്കുട്ടിയെ എത്ര പെട്ടെന്ന് കവർ ചെയ്ത് നിർത്തുന്നറിയോ. ഇതാണ് പറമ്പിക്കുളം ടൗണിലെ മാരിയമ്മൻ ക്ഷേത്രം. ഇവിടെ പൂരത്തിന് കൊടിയേറിയിരിക്കായിരുന്നു കേട്ടോ. ഈ തുണി എന്താണെന്ന് അറിയാമോ? കൊടിയേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസവും ഇവിടെ സിനിമ എടുക്കും. തിയേറ്ററുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ഇവർ സിനിമ കാണുന്നത്. ഇത് എനിക്കൊരു കൗതുകമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി പിന്നെ തിരിച്ചുള്ള യാത്രയാണ്. നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാട്ടികളൊക്കെ റോട്ടിലിറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള യാത്രയിൽ ഭാഗ്യമുള്ളവർക്ക് കടുവയും കാണാൻ പറ്റുമെന്നാണ് കേട്ടത് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഒറ്റയാനെ കണ്ടു കേട്ടോ. ഒറ്റയാനല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടിയാനെയാണ് കേട്ടത്. ജംഗിൾ സഫാരി കഴിഞ്ഞ് അന്നത്തെ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് നടക്കാൻ ഇറങ്ങുന്നത്. ഇത് ശരിക്കും ഒരു അടിപൊളി കാഴ്ചയായിരുന്നു. ഇതാണ് പാടി. നമ്മുടെ ചങ്ങാടത്തിനാണ് ഇവര് പാടി എന്ന് പറയുന്നത്. ഈ സമയത്ത് അവിടെ കുറേ പേര് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ബസ്സിനായിരുന്നു കാത്തുനിന്നത്. ഒരു ദിവസം 3-4 ബസ്സുകൾ മാത്രമേ ഇത് കൂടെ പോകുന്നുള്ളൂ എന്നുള്ള എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. പിന്നെ ഇങ്ങനൊരു കാഴ്ച ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതമായിരുന്നു കേട്ടോ. ഒരു അമ്മയും മകളാണ് ആ ചങ്ങാടത്തിൽ പോകുന്നത്. രാവിലെ മീൻ പിടിച്ചുള്ള തിരിച്ചുവരവാണ് കേട്ടോ ഇത്. നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് പ്രത്യേക തരം രീതികളാണ് ഇവർ ഫോളോ ചെയ്യണത്. നമുക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിച്ച് ഇവിടെ താമസിക്കുമ്പോൾ എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്കറിയില്ല. പക്ഷെ കാണാനെല്ലാം അടിപൊളിയാണ്. അങ്ങനെ രാവിലെ യോഗയോടുകൂടിയാണ് ഇന്നത്തെ ക്യാമ്പ് തുടങ്ങിയത് കേട്ടോ. കുട്ടികളെല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഇതാണ് കേട്ടോ വൈശാഖ്. ഇവന് ദിവസവും രാവിലെ എനിക്കൊരു പൂ തന്നാലേ ഇവന് സന്തോഷമാവും. ആള് ഭയങ്കര നാണക്കാരനാ. രാവിലെ തന്നെ എന്റെ സെഷനായിരുന്നു കേട്ടോ. സേഫ് ആൻഡ് അൺസേഫ് ടച്ച് ആയിരുന്നു വിഷയം. ശേഷം പ്രസാദ് സാറും മീഷ ടീച്ചറും സജി സാറും എല്ലാവരും മാറി മാറി ക്ലാസ് എടുത്തു കേട്ടോ. ക്ലാസ് ആയിരുന്നില്ല ശരിക്കും, ഒരുപാട് ആക്ടിവിറ്റീസ് ആയിരുന്നു. പ്രോഗ്രാമിന് ശേഷം വീണ്ടും വൈകുന്നേരം ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴും ഇതുപോലെ കുറേ മാനുകൾ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ നേരെ ചെന്നത് ആദ്യം കണ്ട ഓറിയന്റേഷൻ സെന്ററിലേക്കാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. നക്ഷത്രവനവും ഇതുപോലെ കുറേ കാലങ്ങൾക്ക് ശേഷം പൂമ്പാറ്റകൾ ഒരുമിച്ച് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പൂമ്പാറ്റകൾ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പം പൂമ്പാറ്റ ഗാർഡനും അങ്ങനെ ഒരുപാട് ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ.
അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓറിയന്റേഷൻ സെന്റർ ഞങ്ങൾ കറങ്ങി കണ്ടു. അപ്പോഴാണ് ഈ ഒരു പീലി വിടർത്തിയ മയിലിനെയും ഇങ്ങനെ നമ്മളെ ഒരു പേടിയില്ലാതെ നിൽക്കുന്ന മയിലിനെയൊക്കെ കാണുന്നത്. വീണ്ടും തിരിച്ച് ക്യാമ്പ് നടക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് ഒരു അടിപൊളി സിനിമ ഇട്ട് കൊടുത്തു, ദ ലയൺ കിങ് മുഫാസ. അടിപൊളി സിനിമയാണ്. കാടും മൃഗങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവർക്ക് ഈ സിനിമ ശരിക്കും നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ 5 ദിവസത്തെ ക്യാമ്പായതുകൊണ്ട് പിറ്റേ ദിവസത്തെ രാവിലത്തെയും കണി ഇതായിരുന്നു കേട്ടോ, ഒരു മാൻകൂട്ടം. ശരിക്കും എന്ത് ഹാപ്പി ആയിട്ടാണെന്ന് അറിയോ അവരത് കൂടെ നടക്കുന്നത്, ആരെയും പേടിക്കാതെ യാതൊരു ടെൻഷനും ഇല്ലാതെ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലല്ലോ, ഇവിടെ വാഹനങ്ങളും ആളുകളും കുറവല്ലേ. 4 ചക്രം മുതലുള്ള വാഹനങ്ങൾ മാത്രമേ ഈ വഴി കൂടെ പോവാറുള്ളൂ. കൗതുകം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കണ്ടു മനസ്സിലാക്കാനുണ്ട് കേട്ടോ. രാവിലെ നേരത്തുള്ള ഈ ഒരു വ്യൂ അടിപൊളിയാണ്. ആ മരങ്ങളുടെയൊക്കെ പ്രതിബിംബം ആ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും മനസ്സിന് നല്ല സന്തോഷം തോന്നും. എന്നും പുഞ്ചിരിച്ച മുഖമായി ഇതുപോലെ പൂവുമായി എത്തും. ഇന്ന് പുതിയൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം കുട്ടികൾക്ക് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ചാർക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ചാർട്ടിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഇത് കൂടാതെ ഇവരുടെ എല്ലാം സ്വന്തമായിട്ട് ഇവർ ഒറ്റയ്ക്ക് ഷീറ്റിൽ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ എല്ലാം നോക്കിയിട്ടുള്ളത്. കുട്ടികളിലെ ഒരുപാട് കഴിവുകൾ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു സെഷനായിരുന്നു കേട്ടോ ഇന്നുണ്ടായത്. അവരുടെ എല്ലാ ചിത്രങ്ങളും നോക്കി നോക്കൂ. എല്ലാത്തിലും ചെടി, മരം, മല, അങ്ങനെ പൂക്കള്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇവരുടെ എല്ലാ ചിത്രങ്ങളിലും ഉള്ളത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ മേഡം ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ഒരു പ്രത്യേക സ്വീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം കുട്ടികൾ സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രി ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ. ആളിക്കത്തുന്ന തീയിന് ചുറ്റും വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖവുമായി നൃത്തം ചെയ്യുന്ന കുട്ടികൾ. കുഞ്ഞുമക്കൾക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കും. നാളെ നമ്മുടെ ക്യാമ്പ് അവസാനിക്കുകയാണ്. എല്ലാവരോടും നല്ല കമ്പനി ആയതുകൊണ്ട് അവിടുന്ന് പോരുന്ന ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട് ഉള്ളിൽ. എന്നിരുന്നാൽ കൂടെ ഞങ്ങൾ ഓരോ കൂടെ അടിച്ചു പൊളിച്ചു കേട്ടോ. ഇതുപോലെ ഇരുട്ടിൽ നിറച്ചും മിന്നാമിന്നുകളുള്ളതും ഒരു അടിപൊളി കാഴ്ച കേട്ടോ. അങ്ങനെ ക്യാമ്പിൻ്റെ 5ാം ദിവസം. ഇന്ന് എല്ലാവരെയും പിരിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. വെറുതെ ഒരു ട്രിപ്പ് വരുന്നതിനേക്കാൾ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയ ഒരു യാത്രയായിരുന്നു ഇത്. കാരണം അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ പാരൻസിനെയും ഒക്കെ നമ്മുടെ മനസ്സുകൊണ്ട് തൊട്ടറിയാൻ പറ്റിയൊരു നിമിഷമായിരുന്നു കേട്ടോ ഇത്. രാവിലെ തന്നെ കുട്ടികളെ കൂട്ടി നടക്കാൻ ഇറങ്ങി. ഇന്ന് പുറത്ത് വെച്ചായിരുന്നു യോഗ. അതിനുശേഷം അവരുടെ സ്വന്തം ഊരിലൂടെ ഒരു കറക്കവും ഉണ്ടായി. ഒരുപാട് അതിർവരമ്പുകളും നിബന്ധനകളും ഒന്നും ഇല്ലാതെ ഒരേ സ്ഥലത്ത് കുറേ വീടുകൾ, അതും ചെറിയ ചെറിയ വീടുകൾ. ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ക്ലാസ്സിന് ശേഷം ഉച്ചഭക്ഷണത്തോടു കൂടിയാണ് പിരിഞ്ഞത്. ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. പാളപാത്രത്തിലായിരുന്നു കേട്ടോ ഇന്നത്തെ ഭക്ഷണം. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവരുടെ ഊരുകളിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുട്ടികളും. അങ്ങനെ അവരെല്ലാം പോയതിനു ശേഷം ഞങ്ങളും തിരിച്ചു. ഒരുപാട് ഓർമ്മകളുള്ള പറമ്പിക്കുളത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക്. മറ്റൊരു യാത്രയ്ക്കും തരാൻ പറ്റാത്ത എന്തോ ഒന്ന് ഈ യാത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ വനശ്രീ എക്കോ ഷോപ്പിലും കയറിയതിനു ശേഷമാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ഒരുപാട് നല്ല മധുരിക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളും തന്ന ഈ ഒരു പറമ്പിക്കുളം യാത്ര തിരിച്ചു പോകുമ്പോൾ ശരിക്കും മനസ്സിലെവിടേക്കോ ഒരു വേദന ഉണ്ടായിരുന്നു. എന്നാലും ചില വിടവാങ്ങലുകൾ അനിവാര്യമാണല്ലോ. പൂത്തു നിൽക്കുന്ന ഗുൽമോഹറുകളോട് യാത്ര പറഞ്ഞ് ചുരമിറങ്ങി വീണ്ടും നമ്മൾ വന്ന അതേ മരത്തൂണുകളുടെ ഇടയിലൂടെ ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ച് കാറിലായതിനാൽ കൊല്ലങ്കോട് വഴിയാണ് പാലക്കാട് എത്തിയത്. മണിക്കൂറുകളോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മളിവിടെ ഒരാൾ കാത്തിരിപ്പുണ്ടായിരുന്നു, നമ്മുടെ ബ്രൗണി. കുറേ ദിവസത്തിന് ശേഷം കാണുന്നത് കൊണ്ട് ആള് നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. അതിമനോഹരമായ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.